ഹായ് ഗായ്സ്, ഇന്ന് ഞങ്ങൾ പോണത് പുത്തൂരിലുള്ള സുവോളജിക്കൽ പാർക്കിലേക്കാണ് കേട്ടോ. അവിടെ ഞങ്ങൾ ഫസ്റ്റ് ചെന്നപ്പോൾ തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ എൻട്രി ഫീസൊക്കെ കൊടുത്ത് ഞങ്ങൾ ഉള്ളിലേക്ക് ഫസ്റ്റ് തന്നെ കയറി ചെന്നു. തിരക്കായ കാരണം ഒരു 5 മണി വരെയൊക്കെ ക്ലോസ് ചെയ്യുന്നതാണ് പറഞ്ഞിരുന്നത്. പക്ഷെ ഫസ്റ്റ് തന്നെ ഞങ്ങൾ കണ്ടത് ചീങ്കണ്ണീനെയാണ് കേട്ടോ. അപ്പോൾ ചീങ്കണ്ണീനെ കണ്ട് ഞങ്ങൾ തിരിച്ച് കുറച്ച് അങ്ങോട്ട് നടന്നപ്പോഴേക്കും അവിടെ കൊക്കിനെയൊക്കെ കാണാൻ പറ്റി. കുറേ കൊക്ക്, പലതരത്തിലുള്ള കൊക്ക്, കൃഷ്ണപ്പരുന്ത്, അങ്ങനെയുള്ള കുറേ ബേഡ്സിനെയും അതേപോലെ തന്നെ നീർക്കാക്കയും അങ്ങനെ മയിൽ, അങ്ങനെ കുറേ ടൈപ്പ് പക്ഷികളെയും ആനിമൽസൊക്കെ ഉണ്ട് അവിടെ. അതിനെയൊക്കെ കണ്ടു. നടക്കാൻ കുറേ ഉണ്ട് കേട്ടോ. നടക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ 5-6 കിലോമീറ്റർ ഉണ്ടാവും നടക്കാൻ. പക്ഷേ നടക്കുന്നത് ഒരു പ്രത്യേക വൈബ് തന്നെയായിരുന്നു. അവിടെ നടന്നതൊക്കെ കാണാമെന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക രസമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ചക്കിപ്പരുന്തിനെ കണ്ടു. അത് കഴിഞ്ഞ് പലതരം കൊക്കുകളുണ്ട്, ഭയങ്കര വലിപ്പമുള്ള കൊക്കുകൾ. അതിൻ്റെ കാണാനൊക്കെ നല്ല ഭംഗിയായിരുന്നു കാണാൻ വേണ്ടി. പിന്നെ ലെപ്പേർഡിനെ കണ്ടു. ലെപ്പേർഡ് അവിടെ ഇങ്ങനെ ശരിക്കും കാണാൻ പറ്റിയില്ല, ദൂരേന്ന് കണ്ടു, കുറച്ച് ഭാഗം കണ്ടുള്ളൂ. പിന്നെ ഞങ്ങൾ കുറേ അവിടെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് ഇങ്ങനെ നടന്നു. ദൃശ്യക്കുട്ടി അച്ഛൻ്റെ കൈയൊക്കെ പിടിച്ചിങ്ങനെ നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു ഐസ്ക്രീം കഴിച്ചിങ്ങനെ നടക്കുമ്പോഴാണ് ഞങ്ങൾ ആരെ കണ്ടത്, ഞങ്ങൾ പുലീനെ കണ്ടത്. പുലി അവിടെ ഇങ്ങനെ ഒളിച്ചും പാത്തിങ്ങനെ കിടക്കണുണ്ട്. അതിന് ശരിക്ക് വീഡിയോയിൽ കിട്ടിയില്ല. അപ്പോൾ ഞങ്ങൾ ഐസ്ക്രീം കഴിച്ചിങ്ങനെ നടക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ കുറേ സെക്ഷനായിട്ട് ഇങ്ങനെ തിരിച്ച് വെച്ചിട്ടുണ്ട്. സൈലൻറ്റ് വാലി എന്നൊക്കെ എഴുതിയിട്ട് അവിടെയൊക്കെ പോയി. അവിടെയൊക്കെ ചെന്നപ്പോൾ നല്ല തിരക്ക് തന്നെയായിരുന്നു. ആൾക്കാർ ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. ഒരു കൂട്ടത്തിൽ ഇങ്ങനെ നടന്നു പോയി. അവിടെയൊക്കെ ഇങ്ങനെ നടന്നു കണ്ടു. പിന്നെ ഞങ്ങൾ എക്സൈറ്റ് ചെയ്യിപ്പിച്ചൊരു കാര്യം എന്ന് പറയുന്നത് ബംഗാൾ ടൈഗറിനെ കാണുന്നതായിരുന്നു. ബംഗാൾ ടൈഗറിനെ ഞങ്ങൾ കണ്ടു. ബംഗാൾ ടൈഗറിന് നടത്തവും ഭാവമൊക്കെ കണ്ട് ഞങ്ങൾ ആകെ ഞെട്ടിപ്പോയി. ഒട്ടും പ്രതീക്ഷിക്കാണ്ടാണ് കണ്ടത് മൂപ്പരെ. അപ്പോൾ അത് ഇങ്ങനെ നടക്കുന്നതും ചില്ലിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ കാണുമ്പോൾ പ്രത്യേക വൈബാണ്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ശരിക്കും പേടി തോന്നും നമുക്കിങ്ങനെ അതിനെ ഇങ്ങനെ കാണുമ്പോൾ. എത്ര അടുത്തിങ്ങനെ കാണുമ്പോൾ അതിങ്ങനെ ഇരുന്ന് ഓരോ ഞങ്ങളെ നോക്കി ഇങ്ങനെ ഓരോ എക്സ്പ്രഷൻ കാണിക്കുന്നതൊക്കെ കാണുമ്പോൾ നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിലൊരു പേടി ഇങ്ങനെ തോന്നും. പക്ഷെ നല്ല വൈബായിരുന്നു. നല്ലോണം എൻജോയ് ചെയ്തു. ഞങ്ങൾ നടക്കാൻ ഇച്ചിരി ഉണ്ടെങ്കിലും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അത് ഒരു വട്ടമൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണം ലൈഫിൽ. അങ്ങനത്തെ ഒരു സ്ഥലം തന്നെയാണ്. ഇവിടെ ഹിപ്പോപ്പൊട്ടാമസിന് ലേക്കൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട്, പക്ഷേ ഹിപ്പോപ്പൊട്ടാമസിനെ കൊണ്ടുവന്നിട്ടില്ല. പിന്നെ ഞങ്ങൾ പോപ്കോണൊക്കെ കഴിച്ച് വൈബ് ചെയ്ത് നിൽക്കുമായിരുന്നു അവിടെ. കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോരാണ്. പോരുന്ന വഴിയിൽ തേവര് വെണ്ണേൻ്റെ ഇതൊക്കെ കണ്ടു. കവാടത്തിൽ ഇവിടെ ഇതൊക്കെ ലൈറ്റിങ്സൊക്കെ കണ്ടു. അങ്ങനെ ഞങ്ങൾ ഹാപ്പി ആയിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോന്നു. നല്ലൊരു സൺഡേ എൻജോയ് ചെയ്തു. അപ്പോൾ എല്ലാവരും ഒന്ന് കാണേണ്ട സ്ഥലം തന്നെയാണ്. മസ്റ്റ് ഒരു വൺസ് ഇൻ എ വൈലൊക്കെ പോകാൻ പറ്റിയ സ്ഥലമാണ്. എല്ലാവരും പോയി നോക്കാം. താങ്ക് യു സോ മച്ച്.